ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബ്ലോക്ക് 1 കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അർബൻ കമ്മ്യൂണിറ്റീസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അർബൻ കമ്മ്യൂണിറ്റീസിന്റെ മീനിങ്, ഡെഫിനിഷൻ, അർബനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അർബൻ കമ്മ്യൂണിറ്റീസിന്റെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനേക്കാളും റൂറൽ കമ്മ്യൂണിറ്റീസിനേക്കാളും കുറച്ചും കൂടെ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസ് ആണ്. അർബൻ കമ്മ്യൂണിറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് അവരുടെ എക്കോണമി പറയാം, അവരുടെ സോഷ്യൽ സ്ട്രക്ചർ പറയാം, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം പറയാം, കൾച്ചറൽ ലൈഫ് പറയാം, സ്പേഷ്യൽ ഓർഗനൈസേഷൻ പറയാം. ഓക്കെ, ഇത്രയും ഘടകങ്ങൾ നമുക്ക് അർബൻ കമ്മ്യൂണിറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇത് റീജിയണലും അതുപോലെ തന്നെ നാഷണൽ ഗ്രോത്തിനെയും സഹായിക്കുന്നു. അവര് തന്നെ ഉള്ള റീജിയന്റെ പുരോഗതിക്കും അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും ഇപ്പൊ പറഞ്ഞ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സോഷ്യൽ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്തത് കൊണ്ട് തുടങ്ങാം. അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോ ഗ്രേറ്റർ ഹെറ്ററോജീനിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇപ്പൊ റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ എടുത്തു നോക്കുന്ന സമയത്ത് അവരെക്കാളും കുറച്ചും കൂടെ വൈരുദ്ധ്യമുള്ള ഒരു കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് അർബൻ കമ്മ്യൂണിറ്റീസിനെ കാണാം. പല സോഷ്യോളജിസ്റ്റുകളും അർബൻ കമ്മ്യൂണിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മെൽറ്റിംഗ് പോട്ടായിട്ടാണ്. പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും സംഗമിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അല്ലെ അർബൻ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അസിമിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. കൂടുതലായിട്ട് അർബൻ ഏരിയാസിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. സോഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത് എങ്ങനെയാണ്? സെക്കൻഡറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് വ്യക്തിത്വം ഇല്ലാത്ത, നിലനിൽക്കാത്ത സെക്കൻഡറി റിലേഷൻഷിപ്പ് ആണ് അർബൻ ഏരിയാസിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അവിടെ ഫോർമൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കൺട്രോൾ സിസ്റ്റം വേണം. ഫോർമലിൻ്റെ അകത്ത് വരുന്നതാണ് ലോ ആൻഡ് പോലീസ്, ഇൻഫോർമലിൻ്റെ അകത്ത് വരുന്നതാണ് ഇൻഫോർമൽ ആയിട്ടുള്ള കൺട്രോളുകൾ. ഇതൊക്കെ എവിടെ വേണം? അർബൻ ഏരിയയിൽ വേണം. അതുപോലെ തന്നെ ഹൈ മൊബിലിറ്റി വേണ്ടതായിട്ടുള്ള, ഓപ്പൺനെസ് ഇപ്പോഴും നിലനിൽക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസുകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അവര് കഷ്ടപ്പെട്ട് അവർ അച്ചീവ് ചെയ്തെടുക്കുകയാണ് അല്ലെ, അല്ലാതെ ആ പദവി അവർക്കാരും കൊടുക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കൗൺസിലറിന്റെ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനേജറുടെ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സിഇഒയുടെ നിലവാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്, അല്ലാതെ നമുക്കാരും തരുന്ന ഒരു പദവിയല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ ആസ്പെക്ട്സ് പറയുന്നത്. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ എടുക്കുന്ന സമയത്ത്, അർബൻ ഏരിയാസിൽ വരുന്ന സമയത്ത് അവിടെയുള്ള ജോലികളൊക്കെ എങ്ങനെയാണ്? ഓർഗനൈസ്ഡ് ആണ്. ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അർബൻ ഏരിയാസിൽ ലഭിക്കും. ഡിവിഷൻ ഓഫ് ലേബർ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു ഫാക്ടറി എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ജോലികൾ എങ്ങനെ ആൾക്കാർ പോലെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓരോരോ സെക്ഷൻ എന്താണ്? ഓരോരോ ആൾക്കാരാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീം, സെയിൽസിന് വേണ്ടിയിട്ട് ഒരു ടീം, പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീം, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ടീം, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് അർബൻ ഏരിയാസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അർബൻ സ്പേസസിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുണൈറ്റ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുള്ള, വൈരുദ്ധ്യങ്ങളുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. അവർക്ക് എത്ര തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടായിക്കോട്ടെ, അത് നോക്കാതെ, ആളുകളുടെ വ്യത്യാസങ്ങൾ നോക്കാതെ അവരുടെ തന്നെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെങ്ങനെയാണോ, എവിടെ നിന്ന് വരുന്നതെന്നില്ല, അവരെങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ബോൺസ് ആയിട്ടുള്ള കിൻഷിപ്പ്, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നൈബർഹുഡ് അല്ലെ, അയൽവക്കം, ഇതൊക്കെ വീക്കൻ ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ ഗ്രാമങ്ങളിലുള്ളത് പോലെ തന്നെയുള്ള ഒരു കുടുംബ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അയൽവക്കം ഒന്നും നമുക്ക് നഗരങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഇൻഡിവിജ്വലിസത്തിനാണ് അല്ലെ, വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കൂടുതലായിട്ട്
അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മോഡേൺ സയൻസ് അതുപോലെ തന്നെ ടെക്നോളജിയുടെ മേലൊരു എക്സ്പോഷൻ ഉണ്ടാവും. അതായത് അവർക്ക് അറിയായിരിക്കും പുതിയ തരത്തിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകൾ അല്ലെ, മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം അറിയുന്നതും ഏറ്റവും നന്നായിട്ട് അറിയുന്നതും അർബൻ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇതിൽ എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. എല്ലാ ആളുകളിലും ഒരേപോലെ ഈ മോഡേൺ സയൻസ് അതിന്റെ ടെക്നോളജി മനസ്സിലാക്കി എടുക്കണം എന്നൊന്നുമില്ല. അത് അവർക്ക് അത്രത്തോളം അറിയണം എന്നുമില്ല. അപ്പോൾ ഇതിലൊരു ചെറിയ ചെറിയ വേരിയേഷൻസ് ഈ മോഡേണിറ്റിയിലും ഈ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിലും ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്ന സാധനം, കാസ്റ്റും അതുപോലെ തന്നെ കുടുംബം, കിൻഷിപ്പ് എന്ന് പറയുന്ന സാധനം അർബൻ ഇന്ത്യയിലും എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ്, സാമൂഹിക ഇന്ററാക്ഷൻസ് ഈ ഒരു റിജിഡിറ്റി, ഈ ഒരു പദവി, ഈ ഒരു കീഴ്വഴക്കം കുറച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. അതായത് ഗ്രാമം ഏരിയാസിൽ എത്രത്തോളം ഈ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഉണ്ടോ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് നഗരങ്ങളിൽ ഉണ്ടാവില്ല. പരസ്പരമുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് കാരണം കുറച്ചൊന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നഗരങ്ങളിൽ എന്തുണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലാസ് സ്ട്രക്ചറുകൾ ഉണ്ട്. ഓക്കെ, കുറച്ച് സങ്കീർണമായിട്ടുള്ള ക്ലാസ് സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ അർബൻ ഇന്ത്യ. അപ്പോൾ അർബൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഈ അർബൻ ഇന്ത്യയിലെ കാസ്റ്റ് അഫിലിയേഷനും കിൻഷിപ്പും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എത്രത്തോളം തന്നെ നാഗരിക ജീവിതം സെക്യുലർ ആണ്, മോഡേൺ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാസ്റ്റ് അഫിലിയേഷനും കിൻഷിപ്പും ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യൻ അർബൻ ഏരിയാസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് എത്രത്തോളം കുറച്ചെങ്കിലും ഇപ്പൊ ഒരു ഡീപ്പ് കൺട്രോളിൽ നിന്ന്, ഇപ്പൊ പറഞ്ഞ കാസ്റ്റ് അഫിലിയേഷൻ കിൻഷിപ്പിൽ നിന്ന് ഇപ്പൊ ചെറിയതായിട്ടുള്ള ഒരു വിടുതൽ കിട്ടിയിട്ടുണ്ട്, ഇമാൻസിപ്പേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, ഡീപ്പ് കൺട്രോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് എക്സിസ്റ്റിംഗ് ആണ്. കാസ്റ്റ് അഫിലിയേഷനും കിൻഷിപ്പും അർബൻ ഇന്ത്യയില് എക്സിസ്റ്റിംഗ് ആണ്. ഈ സോഷ്യൽ ഇന്ററാക്ഷൻ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഈ കാസ്റ്റ് അതുപോലെ തന്നെ കിൻഷിപ്പ് കുറച്ച് കൊണ്ടുവന്നത്. ഈ ഒരു സാധനം കുറച്ച് കൊണ്ടുവന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ആണെങ്കിൽ പോലും സ്റ്റിൽ അതെന്താണ്, പെർസിസ്റ്റിംഗ് ആണ്. ഇത് അവിടെ നിലനിൽക്കുന്നത്, കാസ്റ്റും കിൻഷിപ്പും ഒക്കെ നിലനിൽക്കുന്നത് കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള ക്ലാസ് സ്ട്രക്ചേഴ്സിനും സ്ട്രാറ്റിഫിക്കേഷനും ഒക്കെ കാരണമാകുന്നുണ്ട്. ദിസ് ഗ്രൂപ്പിംഗ്സ് റെസിസ്റ്റ് സിമ്പിൾ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ്സ്. ഈ ഒരു കാസ്റ്റ് അഫിലിയേഷൻ കിൻഷിപ്പ് കാരണം സിമ്പിൾ ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ്സിനെ ഇതിങ്ങനെ റെസിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസ് മേ ബിലോങ് ടു ഡൈവേഴ്സ് ഗ്രൂപ്പിംഗ്സ്. ഇൻഡിവിജ്വൽസ് പല ആളുകളും പല ഗ്രൂപ്പ്സിൽ ബിലോങ്ങിങ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർ ഒക്കുപ്പേഷണൽ അസോസിയേഷൻ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കാം. അതും അല്ലെങ്കിൽ ഒരു റിക്രിയേഷണൽ ക്ലബ്ബുകൾ, വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ്, അതിൻ്റെ അകത്ത് ഗ്രൂപ്പായിട്ട് കണക്കാക്കാം. അപ്പൊ ഇവിടെ ഓരോന്നിലും ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ള ഒരു പദവി ആയിരിക്കില്ല എനിക്ക് റിക്രിയേഷണൽ ക്ലബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒക്കുപ്പേഷണൽ അസോസിയേഷനിൽ ഉണ്ടാവുക. അവിടെ എന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. The traditional view of urban areas is secular and rational does not fully apply to the Indian context. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അർബൻ ഏരിയാസ് എന്ന് പറയുന്നത് മതേതരമാണ്, കുറച്ചും കൂടെ യുക്തിബോധത്തോട് കൂടിയിട്ട് റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹമാണ് നമ്മൾ പറയാറുണ്ടില്ല. അങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. അവിടെ കാസ്റ്റ് റിലീജിയൻ ഒന്നും അപ്ലിക്കബിൾ അല്ല എന്നുള്ളൊരു ട്രഡീഷണൽ വ്യൂ ഉണ്ട്. പക്ഷെ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തല്ല, ബാധകമല്ല. അപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇന്റർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാം, റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാം, അല്ലെങ്കിൽ എത്നിക് വൈസുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ അർബൻ ഏരിയയിലുള്ള പവർ സ്ട്രക്ചറിനെ ഈ കാസ്റ്റും ക്ലാസും ഒക്കെ തമ്മിലുള്ള ഹോസ്റ്റിലിറ്റീസും ഒപ്പോസിഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അർബൻ ഏരിയാസിൽ ഏത് പവർ സ്ട്രക്ചർ ആണോ മുന്നിട്ട് നിൽക്കുന്നത് ആ പവർ സ്ട്രക്ചറിനെ പല സമയത്തും ഈ കാസ്റ്റ് ക്ലാസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിലിറ്റീസും ഒപ്പോസിഷനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ
എ പാറ്റേൺ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോർപ്പറേഷൻ എക്സിസ്റ്റ് അക്രോസ് കാസ്റ്റ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ലൈൻസ്. അതായത് ഒരേ സമയം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്, കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ വൈസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവലുണ്ട്, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഉണ്ടാവലുണ്ട്. അർബൻ ഏരിയാസ് എക്സിബിറ്റ് കോ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് മൈക്രോ സൊസൈറ്റി. അപ്പോൾ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പല തരത്തിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ മൈക്രോ ആയിട്ടുള്ള സൊസൈറ്റീസ് നമുക്ക് കാണാം. അതായത് അർബൻ, റൂറൽ, സെമി അർബൻ, ട്രഡീഷണൽ, മോഡേൺ എലിമെന്റ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു മൈക്രോ സൊസൈറ്റീസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇമിഗ്രൻസ്, അതായത് പുറത്തു നിന്ന് വന്ന ആൾക്കാർ, ഓക്കെ, ഇമിഗ്രൻസ് ലിവിങ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ കൾച്ചേഴ്സ് ആഡ് ടു ദിസ് ഡൈവേഴ്സിറ്റീസ്. അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ, ഇമിഗ്രൻസ് ഒന്നുകിൽ അർബൻ ഏരിയയിൽ നിന്ന് വരുന്നതാവാം, അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്നതാവാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് കൾച്ചറോടെ ജീവിക്കുന്ന സമയത്ത് ഇത് നഗര ജീവിതത്തിന്റെ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണമാവാറുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലീസ് ഇൻ അർബൻ ഏരിയസിലാണ്. അപ്പം ഫാമിലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു കിൻഷിപ്പ് ആണല്ലോ അവിടെ വരുന്നത്. അപ്പൊ അർബൻ ഫാമിലീസ് ആർ ലെസ് ടൈഡ് ടു ലാർജർ കിൻഷിപ്പ് ഗ്രൂപ്പ്. അതായത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പോലെ വലിയൊരു കുടുംബത്തിന്റെ കൂട്ടുകുടുംബത്തിന്റെ ഒന്നും ഭാഗമാവാറില്ല നമ്മുടെ അർബൻ ഫാമിലീസ് എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ അർബൻ ഫാമിലീസിന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ, അവിടെയുള്ള സെൻസസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ലോ ആൻഡ് ഡിക്ലൈനിങ് ബർത്ത് റേറ്റ്സ്. അതായത് പ്രസവം ഇങ്ങനെ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ജനനം ഇങ്ങനെ കുറഞ്ഞതായിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രഡീഷണൽ ഫാമിലി ലൈഫ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അർബൻ ഏരിയാസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. ഫാമിലീസ് ആർ ചേഞ്ചിങ്, കുടുംബങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കുഞ്ഞായതിനു ശേഷം ചില സമയത്ത് അമ്മമാർ ജോലിക്കൊന്നും പോവില്ല അല്ലെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോവില്ല. പക്ഷെ അർബൻ ഏരിയാസിലെ അങ്ങനെയല്ല, മോർ മോംസ് വർക്ക്, ഒരുപാട് അമ്മമാർ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കല്യാണം നടക്കുന്നതൊക്കെ ഒരുപാട് വൈകിട്ടാണ്. ഇപ്പൊ റൂറൽ ഏരിയ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കല്യാണത്തിന്റെ ഒരു നിശ്ചിത പ്രായം ഉണ്ടാവും. ആ പ്രായത്തിന്റെ ഉള്ളിൽ കല്യാണം നിർബന്ധമായിട്ട് നടക്കും. പക്ഷെങ്കിൽ നമ്മള് അർബൻ ഏരിയാസ് എടുക്കുകയാണെങ്കിൽ മാരേജസ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. കുടുംബങ്ങളൊക്കെ എന്താണ്, ചെറുതാണ്, ആണു കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ടാസ്ക് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് കെയർ മൂവ് ഔട്ട്സൈഡ് ദ ഹോം. അതായത് കുട്ടീനെ നോക്കുക, കുട്ടീനെ പഠിപ്പിക്കുക, ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിലല്ല നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തുണ്ട്, കേന്ദ്രങ്ങളുണ്ട് അല്ലെ. മിഡിൽ ഇൻകം ഫാമിലീസ് ഉണ്ട്. അതായത് കുട്ടീനെ നോക്കുന്ന ആയമാര്, അല്ലെങ്കിൽ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്ന ട്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ അമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ, ആയമാര്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അർബൻ ഫാമിലീസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഫോക്കസ് ഓൺ ദെയർ ഓൺ ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, ജോബ്സ്, ഹോബീസ്, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. അപ്പം എല്ലാ കാര്യത്തിലും, ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിക്കോട്ടെ, ജോലി ചെയ്യുന്നതായിക്കോട്ടെ, ഹോബീസ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഓരോരോ ഫാമിലി മെമ്പർക്കും അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഫാമിലീസ് ലിവ് ഫാർ ഫ്രം വർക്ക് ഇൻ ചീപ്പർ ഏരിയാസ്. അപ്പോൾ ഒരു നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റല്, ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ ജോലിക്ക് അവസരമുള്ള സ്ഥലങ്ങളില് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവിടെ കൊടുക്കുന്നതിന്റെ 5 or 6 ഇരട്ടി വേണം നമ്മൾ അവിടെ വാടക കൊടുത്തിട്ട് ഒരു വീടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നഗരത്തിൽ തന്നെ കുറച്ചും കൂടെ ചീപ്പറായിട്ട് ഹൗസിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ആളുകൾ താമസിക്കുക. ജോലി ചെയ്യുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും, ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവര് ജീവിക്കുന്നുണ്ട്. അവരുടെ ഹൗസിംഗ് വരുന്നത് എന്ന് പറയുന്നത് ചീപ്പറായിട്ടുള്ള, കുറച്ചും കൂടെ വാടകയൊക്കെ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അവര് ജീവിക്കുന്ന സ്ഥലവും അവരെ ഹോമും അതുപോലെ തന്നെ അവരുടെ ജോലി ചെയ്യുന്ന വർക്ക് ഏരിയവുമായിട്ട് ചില സമയത്ത് നല്ല ദൂരം ഉണ്ടാവും. ഇത് അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ടൈം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചൈൽഡ് കെയർ, കുട്ടീനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഫാമിലിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോണ്ട്, ഇതൊക്കെ അവർക്ക് കുറച്ചും കൂടെ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് സ്ട്രെസ്, ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ, പൊല്യൂഷൻ, അകത്തു നിന്നുള്ള പൊല്യൂഷൻ ഉണ്ടാവും, പുറത്തു നിന്നുള്ള പൊല്യൂഷൻ ഉണ്ടാവും. അത് അവരുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മെന്റൽ വെൽബീയിങ്ങിനെ, ഓക്കെ, മാനസിക
ആരോഗ്യത്തിനെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ഹെൽത്ത് കെയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് അല്ലെ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഹെൽത്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ഹെൽത്ത് കെയറിലൊക്കെ പോയാൽ വലിയ കോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഹൈ കോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ നഗര ജീവിതത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഫാമിലി ടൈസ് വീക്കൻ ഷിഫ്റ്റിംഗ് ടു കാഷ്വൽ കോണ്ടാക്ട്. ഫാമിലീസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ബോണ്ട് അതെന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. പല ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. വല്ലപ്പോഴും മാത്രമാണ് അമ്മ മകനെ കാണുന്നത്, അല്ലെങ്കിൽ മകൻ അച്ഛനെ കാണുന്നത്. അങ്ങനെ വളരെ കാഷ്വൽ ആയിട്ടാണ് അവര് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. റെഡ്യൂസിങ് സോഷ്യൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നൈബർഹുഡ് കണക്ഷൻസ് അല്ലെ, തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണ് എന്ന് പോലും പല സമയത്തും അറിയില്ല. അതുപോലെ തന്നെ ഇത് കുറയുന്നത്, ഈ സോഷ്യൽ ഇമ്പോർട്ടൻസ്, നൈബർഹുഡ് കണക്ഷൻസ് ഒക്കെ കുറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് എന്ത് ചെയ്യാണ്, കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എക്കണോമിക് ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അർബൻ എക്കോണമി എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഇൻഡസ്ട്രി ബേസ്ഡ്, അതായത് ഫാക്ടറീസ് ഒക്കെ, സർവീസസ്, അതായത് ടെക്, റീറ്റെയിൽ പോലുള്ള സർവീസുകളായിട്ട്. ദ വേ ദീസ് ജോബ്സ് ആർ ഓർഗനൈസ്ഡ് ഈസ് ഇൻ ദ സെയിം എവരിവർ. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ പറഞ്ഞ ഫാക്ടറീസിലുള്ള ജോലി ആയിക്കോട്ടെ, ടെക് ആൻഡ് റീറ്റെയിലുള്ള ജോലി ആയിക്കോട്ടെ, അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറും എന്താണ് നോൺ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് ഒരുപാട് സാലറി കിട്ടും, ഹൈ സാലറി ആയിരിക്കും. പിന്നെ സാലറി പോലെ തന്നെ പാക്കേജസ് കിട്ടും, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറഞ്ഞ സപ്പോർട്ട് മാത്രമാണ് കിട്ടുന്നുള്ളൂ. അവര് ഏൺ ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന പൈസ, സാലറി എന്ന് പറയുന്നത് തുച്ഛമാണ്, കുറവാണ്. ദ എത്നിക് ആൻഡ് ക്ലാസ് ബേസിസ് ഓഫ് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിവിലേജസ് ആൻഡ് ഡിസബിലിറ്റീസ് ബിക്കം വീക്കർ അല്ലെ. ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷന്, അതുപോലെ തന്നെ എത്നിക് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലൊക്കെ എടുത്തു നോക്കിയാൽ ഇന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അല്ലെ ഇന്ന കാസ്റ്റിൽ വരുന്ന ആളുകൾക്ക് ഒരു സംവരണം നമ്മൾ കൊടുക്കും. ഇത്തരത്തിലുള്ള സംവരണങ്ങൾ നമുക്ക് എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, അർബൻ ഏരിയാസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സംവരണം, ഇതൊന്നും നമുക്ക് നഗരങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എത്നിക് ഗ്രൂപ്പുകൾ അവിടെ സോഷ്യോ എക്കണോമിക്കലി ഹെറ്ററോജീനിയസ് ആയിട്ട് നമുക്ക് അർബൻ കോണ്ടെക്സ്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സെക്ടേഴ്സ് ആണുള്ളത്, ഓർഗനൈസ്ഡ് നോൺ ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ഇൻഫോർമൽ സെക്ടർ. അങ്ങനെ രണ്ട് സെക്ടേഴ്സ് ആയിട്ട് നമുക്ക് അവിടെയുള്ള ജോലികളെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാല്, കൺസിസ്റ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, വലിയ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന, ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാല്. അവിടെ ക്യാപിറ്റൽ, ലേബർ, ടെക്നോളജി ആയിക്കോട്ടെ, അവിടെ ലാർജ് സ്കെയിലാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാനുണ്ടാവും, ഒരുപാട് മുതൽ മുടക്കായിട്ട് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടാവും. ടെക്നോളജി വൈസ് ആണെങ്കിൽ നല്ല ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ ആൻഡ് പ്രൈവറ്റ് സെക്ടർ പാർട്ട്ണർഷിപ്പ്, ആഗോളപരമായിട്ട് ഈ ലോകത്തിലുള്ള എല്ലായിടങ്ങളിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. പ്രൈവറ്റ് സെക്ടറിന്റെ അടുത്ത് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ഗ്ലോബൽ എക്കണോമിക് ചേഞ്ചസ് വരുന്ന സമയത്ത് എല്ലാം നമ്മളെ കൂടെ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ള സെക്ടറാണ് ഏത്, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്, അൺഓർഗനൈസ്ഡ് അല്ലെ നോൺ ഓർഗനൈസ്ഡ് സെക്ടർ. അപ്പൊ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ അകത്ത് വരുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. നേരത്തെ പറഞ്ഞത് വലിയ വ്യവസായങ്ങളാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. വിത്ത് ലെസ് അഡ്വാൻസ്ഡ് ടെക്നോളജി അത്രത്തോളം വലിയ ടെക്നോളജി ഒന്നല്ല. നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ ടെക്നോളജിയാണ് ഇവിടെ ഉള്ളൂ. പ്രൈവറ്റ് ഓർ ഫാമിലി ഓണർഷിപ്പ്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഓണർഷിപ്പിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. ലേബർ ഇന്റൻസീവ് വർക്ക്, ഒരുപാട് വർക്കുകൾ ചെയ്യാൻ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് കുറവായിരിക്കും. ഇപ്പൊ റിസെന്റ് എഫേർട്ട്, നമ്മുടെ രാജ്യസഭ സെക്യൂരിറ്റി ബില്ല് ഉൾപ്പെടെ ഈ ഒരു സെക്ടറിനെ, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ സംരക്ഷിക്കാനുള്ള
വകുപ്പുകളാണ് നോക്കുന്നത്. ഗവൺമെന്റ് പോളിസി ആൻഡ് പ്രോഗ്രാംസ് ലൈക്ക് ദോസ് ഫ്രം ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്. അതായത് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്കീമുകൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പോളിസീസ് ആയിട്ടും പ്രോഗ്രാംസ് ആയിട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ രാജ്യസഭയുടെ സെക്യൂരിറ്റി ബില്ല്, സോഷ്യൽ സെക്യൂരിറ്റി ബില്ല് ഉൾപ്പെടുന്നതാണ് അത്. പിന്നെ ദർ ഇസ് എ ഗ്രോയിങ് എവിഡൻസ് ഓഫ് ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി ആൻഡ് ഫെമിനൈസേഷൻ ഓഫ് ലേബർ ഫോഴ്സ് എസ്പെഷ്യലി ഇൻ ഇൻഫോർമൽ സെക്ടർ. ഇപ്പൊ പറഞ്ഞ ഇൻഫോർമൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻഫോർമൽ സെക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. ഓക്കെ, ലേബർ ഫോഴ്സിൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നല്ല വർക്ക് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾക്ക് പുരുഷന്മാര് കുറവായത് കൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പൊ ഇവര് ഈ കുറഞ്ഞ റേറ്റിന് ഈ ജോലികൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ പല പുരുഷന്മാരും പല മെന്നും അൺഎംപ്ലോയിഡ് ആയിട്ടാണുള്ളത് ഇല്ലേ. അവര് അണേബിൾ ടു സീക്ക് എ പ്ലേസ് ഇൻ ഫോർമൽ എക്കോണമി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു ഫോർമൽ എക്കോണമിയിൽ അവർക്കൊരു പ്ലേസ് കിട്ടുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്റർ റിലേഷൻസ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ പറഞ്ഞ സോഷ്യൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. It is essential to view the social economic characteristics of urban communities as interconnected aspect. ഇപ്പൊ പറഞ്ഞ സോഷ്യൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് പരസ്പരം കണക്റ്റഡ് ആണ്, ഇന്റർകണക്റ്റഡ് ആണ്. ദ എക്കണോമിക് സ്ട്രക്ചർ ഈസ് ക്ലോസ്ലി ടൈഡ് ടു സോഷ്യൽ സെറ്റിൽമെന്റ്സ്. അപ്പൊ നഗരത്തിലെ എക്കണോമിക് സ്ട്രക്ചർ സോഷ്യൽ സെറ്റിൽമെന്റ്സും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതൊരു സങ്കീർണമായ ഒരു വല പോലെയാണ്. നമ്മുടെ ലോക്കൽ എക്കണോമിക് റിലേഷൻസും ഗ്ലോബൽ എക്കണോമിക് ട്രാൻസാക്ഷൻസും ഒക്കെ അതിൽ എന്ത് വരുന്നുണ്ട്, ബന്ധം വരുന്നുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് വെബ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റീസ് ആർ ഇന്റർട്വിൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവർണൻസ്. അപ്പൊ സോഷ്യൽ എക്കണോമിക് ഫീച്ചേഴ്സ്, നഗരത്തിലുള്ള സോഷ്യൽ എക്കണോമിക് ഫീച്ചേഴ്സ് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തിട്ടാണുള്ളത്. അത് ലോക്കൽ ഗവർണൻസ് സിസ്റ്റംസ് ഒക്കെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടേമാണ് അർബൻ പോവർട്ടി, അതായത് നഗരങ്ങളിലുള്ള ദാരിദ്ര്യം. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് അർബൻ പോവർട്ടി ഈസ് ക്രൂഷ്യൽ ഫോർ സോഷ്യൽ വർക്കേഴ്സ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്, നമ്മുടെ ജോബിന് നമ്മുടെ പ്രൊഫഷന് ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം അർബൻ ഏരിയാസിലുള്ള ഈ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഇൻഫോർമൽ എക്കോണമിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അർബൻ പോർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള, അപ്പൊ അർബൻ ഏരിയാസിലുള്ള വർക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ സ്കില്ലുകളില്ലാത്ത റൂറൽ മൈഗ്രൻസ്, ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ ചെറിയ ടൗൺസിൽ നിന്ന് വന്ന ആളുകൾ, അപ്പൊ ഇവർക്കൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻഡ് ഇന്റർവെൻഷൻസ് പ്രിപ്പയർ ചെയ്യണം. ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നടപ്പിലാക്കുക, പദ്ധതികൾ പോളിസീസ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടത്തുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കറുടെ റോള്. പല ആളുകൾക്കും ഫോർമൽ സെക്ടറിൽ ജോലി ലഭിക്കാൻ വേണ്ടത്ര സ്കില്ലുകൾ ഉണ്ടാവില്ല. ഇത് അവരെ ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് കുറഞ്ഞ പൈസയാണ് കിട്ടുക, അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഈ ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അതൊക്കെ എന്താണ്, ഇൻഫോർമൽ വർക്കാണ്. അവർക്ക് കിട്ടുന്ന പേ വളരെ കുറവാണ്. അതുപോലെ തന്നെ അവർക്കൊരു സെക്യൂരിറ്റി ഇല്ല. സം ഫോർമൽ സെക്ടർ വർക്കേഴ്സ് ഓൾസോ ഷിഫ്റ്റ് ടു ഇൻഫോർമൽ ജോബ്സ് ഡ്യൂ ടു കോസ്റ്റ് കട്ടിങ് ആൻഡ് റിസിഷൻ. അപ്പൊ ഒരു കാലത്ത് ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്ത ആളുകളായിരിക്കും, പക്ഷെ അവരുടെ ശമ്പളം കട്ട് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിന്റെ പേരിൽ, സാമ്പത്തിക മാന്യം വന്നതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഒരു കാലത്ത് ഫോർമൽ സെക്ടറിലായിരിക്കും, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പം ഇൻഫോർമൽ സെക്ടറിലേക്ക് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെ. അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഫോർമൽ സെക്ടറിലുള്ള സമയത്ത് അവരുടെ ജീവിത രീതി എന്തായിരിക്കും, കുറച്ചും കൂടെ ഉയർന്ന ജീവിത ശൈലിയായിരിക്കും. പക്ഷെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കുറഞ്ഞു വന്നതായിട്ട് വരാം. അപ്പൊ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്, നമ്മളെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ആണ്.
പിന്നെ നമ്മൾ നോക്കുന്നത് അർബൻ റൂറൽ ലിങ്കേജ് ആണ്. അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. എന്താന്ന് പറഞ്ഞാല് മെനി ഹൗസ് ഹോൾഡ്സ് റിലേ ഓൺ ബോത്ത് റൂറൽ ആൻഡ് അർബൻ റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ റൂറൽ ഏരിയാസിലുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അർബൻ ഏരിയാസിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ടാവും. അർബൻ ഏരിയാസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയാസിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് അവർക്ക് ആവശ്യമുണ്ടാവും. ഈ ഭക്ഷണ സാധനങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഷോയിങ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ദാറ്റ് ബെനിഫിറ്റ്സ് ഈച്ച് അതർ. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സംഭാവനകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കേജ്, ഈ റൂറൽ അർബൻ ഏരിയ തമ്മിലുള്ള ലിങ്കേജ് നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലെ. നമുക്ക് ഇത് ഒരു അവസരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഡിസ്പ്ലേസ്മെന്റ് ഗ്രൂപ്പുകൾ, സ്ലം ഏരിയാസ്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. താങ്ക്